ഗുഡ് മോർണിംഗ്. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് +1 സ്റ്റുഡൻസിൻ്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് ആൻഡ് ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞ 6th പാഠത്തിൽ എന്താണ് പൊല്യൂഷൻ എന്നും പൊല്യൂഷൻ്റെ ടൈപ്സ് എന്താണെന്നും എന്നാണ്. സോ നമുക്ക് തുടങ്ങാം. സോ എന്താണ് പൊല്യൂഷൻ? നിങ്ങളുടെ ഓരോ ആൾക്കാർക്കും എന്താണ് പൊല്യൂഷൻ എന്നറിയില്ലേ? അപ്പോൾ എന്തായിരിക്കും പൊല്യൂഷൻ? ഓക്കെ, നമുക്കിനി പൊല്യൂഷൻ എന്താണെന്ന് ക്ലിയർ ആയിട്ട് നോക്കാം. So pollution is the injection of harmful substances into the environment of resultant industrial production causing serious damage to human and other lives. അതായത് പൊല്യൂഷൻ എന്താണ്? ഒരു ഹാർംഫുൾ സബ്സ്റ്റൻസസ് നമ്മളെ എൻവയോൺമെൻറ്റിലേക്ക് വരികയാണ്. എന്തിൻ്റെ ഭാഗമായിട്ട്? ഒരു ഇൻഡസ്ട്രിയലിൻ്റെ പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പൊല്യൂഷൻ നമ്മളുടെ എൻവയോൺമെൻറ്റിൽ വരികയാണ്. ഇത് എന്ത് ചെയ്യും? ഇറ്റ് കോസസ് സീരിയസ് ഡാമേജ് ടു ഹ്യൂമൻ ആൻഡ് അതർ ലൈഫ്. ഇത് ആരൊക്കെ എഫക്റ്റ് ചെയ്യും? നമ്മുടെ ഹ്യൂമണിനെയും അതേപോലെ തന്നെ അതർ ലൈഫ്സ്, അത് പ്ലാന്റ്സ് ആവാം, എനിമൽസ് ആവാം, അങ്ങനെ ജീവനുള്ള എല്ലാ കാര്യങ്ങളെയും ഇത് എന്ത് ചെയ്യുന്നുണ്ട്? സീരിയസ് ആയിട്ട് നമ്മളുടെ ഡാമേജസിന് ഇത് എന്ത് ചെയ്യുന്നുണ്ട്? കാരണമാകുന്നുണ്ട്. അപ്പോൾ എന്താ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻവയോൺമെൻറ്റിൽ ഹാർംഫുൾ സബ്സ്റ്റൻസസ് വരികയാണ്. എന്തിൻ്റെയൊക്കെ ഭാഗമായിട്ട്? ഒരു ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മുടെ എൻവയോൺമെൻറ്റിലേക്ക് കുറച്ച് ഹാർംഫുൾ സബ്സ്റ്റൻസസ് വരികയാണ്. എന്നിട്ടോ അത് എന്തിനെ കോസ് ചെയ്യും? അതെന്തിന് കാരണമാവും? നമ്മുടെ ഹ്യൂമണിനെയും അതർ ലൈഫ്സിനെയും അത് സീരിയസ് ആയിട്ട് എഫക്റ്റ് ചെയ്യും, നമ്മളുടെ ബോഡീനെയും. കാരണം നമ്മൾ അറിഞ്ഞിട്ടുണ്ട് ന്യൂസിലും കുറേ കാര്യങ്ങൾ പൊല്യൂഷൻ കാരണം നമ്മൾക്ക് കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പൊല്യൂഷൻ എന്താണെന്നാണ് നമ്മളിപ്പോൾ നോക്കിയത്. എന്താണ് പൊല്യൂഷൻ? ഇസ് ദ ഇൻജെക്ഷൻ ഓഫ് ഹാർംഫുൾ സബ്സ്റ്റൻസസ് ഇൻ ടു ദ എൻവയോൺമെൻറ്റ് ഓഫ് റിസൾട്ടൻറ്റ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കോസിങ് സീരിയസ് ഡാമേജ് ടു ഹ്യൂമൻ ആൻഡ് അതർ ലൈഫ്സ്. അപ്പോൾ പൊല്യൂഷൻ എല്ലാവർക്കും മനസ്സിലായിട്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്താ? ഹാർംഫുൾ സബ്സ്റ്റൻസസ് ഇൻഡസ്ട്രിയലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഹ്യൂമണിനും അതർ ലൈഫിനും എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? പൊല്യൂഷൻ എന്ന് പറയാം. ഇനി നമുക്ക് എന്താണ് ടൈപ്സ് ഓഫ് പൊല്യൂഷൻസ് എന്ന് നോക്കാം. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഈ ടൈപ്സ് ഓഫ് പൊല്യൂഷനൊക്കെ നിങ്ങൾ പണ്ട് തൊട്ടിട്ടേ പഠിച്ചിട്ടുണ്ടാകും. ഒരു 6ാം ക്ലാസ് തൊട്ടിട്ട് നമ്മൾ സോഷ്യൽ സയൻസിലും ഒക്കെ പഠിക്കുന്ന ഒരു റെഗുലറായിട്ടുള്ള ടോപ്പിക്ക് തന്നെയാണ് എന്ത്? ഈ ടൈപ്സ് ഓഫ് പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ടൈപ്സ് ഓഫ് പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിൽ കുറച്ച് പൊല്യൂഷൻസ് വന്നിട്ടുണ്ടാകും. അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് എന്ത് ചെയ്യുക? റീകളക്ട് ചെയ്യുക, ഒന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ ഓക്കെ, ഇത് നമുക്ക് ക്ലിയർ ആയിട്ട് ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് പൊല്യൂഷൻസ് എന്ന് നോക്കാം. ആദ്യത്തെ ടൈപ്പ് ഏതാ? എയർ പൊല്യൂഷൻ. എയർ പൊല്യൂഷൻ എന്താ? എയർ പൊല്യൂഷൻ അറൈസസ് ഡ്യൂ ടു സ്മോക്ക് ആൻഡ് അതർ കെമിക്കൽസ് ഫ്രം മാനുഫാക്ചറിംഗ് പ്ലാന്റ്സ്, carbon monoxide emitted by automobiles, etc. It has created a hole in the ozone layer leading towards global warming. അപ്പം എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താ? എയറിൽ ഉണ്ടാകുന്ന പൊല്യൂഷൻ, അതായത് എയറിൽ ഹാർംഫുൾ സബ്സ്റ്റൻസസ് വരികയാണ്. അത് ഏതിനൊക്കെ കോസ് ചെയ്യും? നമ്മുടെ ഹ്യൂമൻ ബോഡീനെയും അതർ ലിവിങ് ഓർഗാനിസത്തിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്ന പൊല്യൂഷൻസ് എയറിലേക്ക് വരികയാണെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പറയുക? എയർ പൊല്യൂഷൻ എന്ന് പറയാം. ഇതൊക്കെ എന്തൊക്കെയായിരിക്കും? ഇതൊരു സ്മോക്ക് ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കെമിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഈ മാനുഫാക്ചറിങ് പ്ലാന്റിൽ നിന്നും അതേപോലെ ഈ ഓട്ടോമൊബൈൽസിൽ നിന്നൊക്കെ എമിറ്റഡ് ചെയ്യുന്ന കാർബൺ മോണോക്സൈഡ് ഒക്കെ ആവാം എന്ത്? ഈ എയർ പൊല്യൂഷന് കാരണങ്ങൾ. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ മാനുഫാക്ചറിങ് പ്ലാന്റ്, ഈ കെമിക്കൽ ഫാക്ടറിയിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന സ്മോക്കുകൾ എന്താ? ഈ പ്ലാന്റിൽ നിന്ന് ഒരു കെമിക്കൽ മെഡിസിൻസോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഫയർ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യും? സ്മോക്ക് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ എന്താണ്? എയറിനെ പൊല്യൂഷൻ അല്ലെങ്കിൽ പൊല്യൂട്ടഡ് ആക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കാറൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കാറിൽ നിന്നൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്ത് ചെയ്യും? ഈ പുക ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം. ഈ 2 എക്സാമ്പിളും ഈ പിക്ചറിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഫാക്ടറിയിൽ നിന്ന് വരുന്ന പുകയും ഒരു സ്മോക്കും അതേപോലെ വണ്ടിയിൽ നിന്നൊക്കെ വരുന്നത്. ഇതൊക്കെ എന്താണ്? നല്ല പ്രശ്നമാണ്. അതേപോലെ നമ്മൾ പണ്ടേ കേട്ടിട്ടുണ്ട് എന്ത്? ഈ പ്ലാസ്റ്റിക് കത്തിക്കാൻ പാടില്ല. ശരിയല്ലേ? എന്തുകൊണ്ടാണ്? ഈ പ്ലാസ്റ്റിക്കിൻ്റെ സ്മെല്ല് പോലും നമുക്ക് എന്താ സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ എയർ പൊല്യൂഷന് കാരണമാകുന്നുണ്ട്. കാരണം എയറിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇതേപോലെയുള്ള കെമിക്കലായിട്ടുള്ള സബ്സ്റ്റൻസസുകൾ ഇത് കത്തിക്കുമ്പോഴും ഒക്കെ എന്ത് ചെയ്യാണ്? ഈ എയറിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. അതേപോലെ നമ്മുടെ ഈ വാഹനങ്ങളുടെ ടയർ കത്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ റബ്ബർ പോലെയുള്ള കാര്യങ്ങൾ കത്തിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നല്ല സ്മോക്കും, നമുക്ക് ശ്വസിക്കാൻ പോലും പറ്റാത്ത, സ്മെൽ ചെയ്യാൻ പോലും പറ്റാത്ത, ഒരു എയർ എടുക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പല തരത്തിലുള്ള സ്മെല്ലുകളും നമുക്ക് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എയർ പൊല്യൂഷൻ എന്ത് ചെയ്യും? നമുക്ക് ശ്വസിക്കുന്നതിൽ പ്രശ്നങ്ങളുണ്ടാക്കും. നമ്മൾ ഈ ആസ്മ പോലുള്ള രോഗങ്ങളും ഒക്കെ എന്തിന് കാരണമാകുന്നുണ്ട്? ഈ എയർ പൊല്യൂഷന് കാരണമാകുന്നുണ്ട്. അപ്പോൾ ഈ എയർ പൊല്യൂഷൻ എന്താണ്?
എറൈസസ് ഡ്യൂ ടു ഈ സ്മോക്കിൽ നിന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഈ എയർ പൊല്യൂഷൻ അല്ലെങ്കിൽ എയർ പൊല്യൂഷൻസ് ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ ഈ മാനുഫാക്ചറിങ് പ്ലാന്റ്സിൽ നിന്ന് വരുന്ന കെമിക്കലായിട്ടുള്ള എയറുകളും അല്ലെങ്കിൽ സ്മോക്കുകളും അതേപോലെ ഈ കാറിൽ നിന്ന് വരുന്ന കാര്യങ്ങളും ഒക്കെ സ്മോക്കുകളൊക്കെ എന്താണ് ഈ എയർ പൊല്യൂഷന് കാരണം ആവുന്നുണ്ട്. അതേപോലെ ഈ ഗ്ലോബൽ വാർമിങ്ങിൽ ഈ ഓസോൺ ലെയറിൽ വരുന്ന ഹോളും ഒക്കെ എന്തുകൊണ്ടുണ്ടാകുന്നതാണ് ഈ എയർ പൊല്യൂഷൻ കാരണം ഉണ്ടാകുന്നതാണ്. നിങ്ങൾ പണ്ടൊരു ന്യൂസ് കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, ഈ ഡൽഹിയിൽ ഫുള്ള് എന്ത് ചെയ്തിട്ടുണ്ട്, സ്മോക്ക് ഫുള്ളായിട്ട് കൂടിയിട്ട് നമ്മൾ ഓപ്പോസിറ്റ് ആരാണോ നിൽക്കുന്നത് അവരെ പോലും മനസ്സിലാവാത്ത രീതിയിൽ എന്ത് പ്രശ്നം വരുന്നുണ്ട്, ഈ എയർ പൊല്യൂഷൻ കാരണം ഡൽഹിയിലൊരു കേസ് ഉണ്ടായിട്ട് നമ്മൾ കുറേ കാലം വാഹനങ്ങളൊക്കെ പുറത്തിറക്കരുത് എന്നൊക്കെ പറയുന്ന കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തിൻ്റെ കാരണമാണ്, ഈ എയർ പൊല്യൂഷനെ കൊണ്ടുള്ള കാരണമാണ്. നമുക്ക് ആസ്മ പോലുള്ള രോഗങ്ങൾ, ശ്വാസമുട്ട്, അതുപോലെ സ്കിൻ റാഷസ്, ഇതൊക്കെ എന്തിൻ്റെ കാരണമായിട്ട് വരുന്നതാണ്, ഈ എയർ പൊല്യൂഷനൊക്കെ കൊണ്ട് വരുന്ന കുറച്ച് കോമൺ ആയിട്ടുള്ള രോഗങ്ങളാണ്. ഇനി നമുക്ക് എന്തൊക്കാം അടുത്ത ടൈപ്പ് ഓഫ് പൊല്യൂഷൻ, അതേതാ, വാട്ടർ പൊല്യൂഷൻ. വാട്ടർ പൊല്യൂഷൻ എന്താ, ഇറ്റ് ഈസ് കോസ് ഡ്യൂ ടു കെമിക്കൽസ് ആൻഡ് വേസ്റ്റ് ഡംപിങ് ഇൻ റിവർ, ലേക്സ് ആൻഡ് സ്ട്രീംസ്. It has led to the death of several animals and posed a serious threat to human life. അപ്പോൾ ഈ വാട്ടർ പൊല്യൂഷൻ എന്താണ്, ഈ വെള്ളത്തിൽ പൊല്യൂഷൻസ് ഉണ്ടാകുന്നത്, വെള്ളത്തിൽ നമ്മൾ കെമിക്കലായിട്ടുള്ള കാര്യങ്ങൾ വേസ്റ്റൊക്കെ ഡംപ് ചെയ്യാണ്. എങ്ങനെയുള്ള വെള്ളങ്ങളിൽ, ഈ റിവേഴ്സിലും ലേക്കുകളിലും സ്ട്രീം അതായത് പുഴകളിലും അരുവികളിലും കടലിലൊക്കെ നമ്മൾ എന്താണ് ഈ വേസ്റ്റ് ഡംപ് ചെയ്തുകൊണ്ടിരിക്കുക. വേസ്റ്റ് ഇങ്ങനെ കളയുകയാണെങ്കിൽ ഇത് എന്തിന് കാരണമാവും, വാട്ടർ പൊല്യൂഷന് കാരണമാവുന്നുണ്ട്. ഇത് എന്തിനും ഡെത്ത് ടു ദ സെവറൽ എനിമൽസ് ആൻഡ് പോസ് എ സീരിയസ് ത്രെറ്റ് ടു ഹ്യൂമൻ ലൈഫ്. ഈ വാട്ടർ പൊല്യൂഷൻ കാരണം കുറേ എനിമൽസിന്, കുറേ ജീവജാലങ്ങൾക്ക്, അതേപോലെ മൃഗങ്ങൾക്ക് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് നല്ല പ്രശ്നമായിട്ട് മാറുന്നുണ്ട്. അതേപോലെ പോസ് എ സീരിയസ് ത്രെറ്റ് ടു ഹ്യൂമൻ ലൈഫ്, നമ്മൾ ഹ്യൂമൻ ലൈഫിനും ഈ വാട്ടർ പൊല്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഈ ഈ വലിയ വലിയ ഇൻഡസ്ട്രികളിൽ അവിടെയൊക്കെ എന്താണ് അവർ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് കുറേ വേസ്റ്റുകൾ വരും. ഈ വേസ്റ്റൊക്കെ എന്ത് ചെയ്യും, ഒരു പൈപ്പ് ഇട്ടിട്ട് പുഴയിലേക്കോ വെള്ളങ്ങളിലേക്കോ അരുവികളിലേക്കോ ഒക്കെ എന്ത് ചെയ്യും, ഈ ഡംപ് ചെയ്യും. ഈ വേസ്റ്റിൽ എന്തുണ്ടാവും, കുറേ കെമിക്കൽസും കുറേ ഡസ്റ്റും കുറേ കളേഴ്സും അങ്ങനെ കുറേ പ്ലാസ്റ്റിക്കും അങ്ങനെ കുറേ സാധനങ്ങൾ വരും. ഈ ഇൻഡസ്ട്രിയിൽ തന്നെ ആവണമെന്നില്ല, നമ്മൾ ഈ റോഡ് സൈഡിലൊക്കെ നമ്മൾ കാണാം വീടുകളിലത്തെ വേസ്റ്റുകളൊക്കെ കളയും. അതേപോലെ ഈ ടോയ്ലറ്റ് വേസ്റ്റുകൾ അതും എന്ത് ചെയ്യും, ഈ വെള്ളങ്ങളിലൊക്കെ കളയും. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇതൊക്കെ കാരണം കൊണ്ടാണ് എന്തുണ്ടാകുന്നത്, ഒരു വാട്ടർ പൊല്യൂഷൻ ഉണ്ടാകുന്നത്. ഈ വെള്ളത്തിൽ ഇതൊക്കെ ലയിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതൊക്കെ അടങ്ങുമ്പോൾ ഇതെന്ത് ചെയ്യും, ഒരു വാട്ടർ പൊല്യൂഷന് ഒരു കാരണമാകും. അതേപോലെ ഈ വെള്ളത്തിലേക്ക് നമ്മൾ വേസ്റ്റ് കളയുമ്പോൾ നമുക്കറിയാം അവിടെ എന്തുണ്ട്, കുറേ മീനുകളുണ്ട്. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഈ മീനുകൾ ഇത് കഴിച്ച് ഇവർ മരിക്കും. അല്ലെങ്കിൽ മീനുകളുള്ള വെള്ളങ്ങളിൽ എന്താണ് ഈ കെമിക്കൽസൊക്കെ കലർന്നിട്ട് അവരൊക്കെ മരിച്ചു. അതേപോലത്തെ കുറേ ന്യൂസുകളും ഈ പൊല്യൂഷൻ കാരണമുള്ള ന്യൂസുകൾ പലപ്പോഴായി നമ്മളെ ന്യൂസ് ചാനലുകളിലൊക്കെ വരുന്നതാണ്. അപ്പോൾ ഈ വാട്ടർ പൊല്യൂഷനും കണ്ടിട്ടുണ്ടാവും ഇല്ലേ, ഈ പുഴയിലുള്ള മീനുകളൊക്കെ ചത്തുപൊങ്ങി ഒക്കെ എന്തുകൊണ്ടാണ്, ആ ഫാക്ടറിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഫാക്ടറികളിൽ നിന്ന് മലിനജലം ഒഴുക്കിയിട്ടാണ് അല്ലെങ്കിൽ വേസ്റ്റുകൾ ഡംപ് ചെയ്തിട്ടാണ് എന്നുള്ള പല പല ന്യൂസുകളും നമ്മൾ എന്താണ് റെഗുലറായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ന്യൂസുകളാണ്. അതേപോലെ നമ്മൾ കാണാം ഈ വെള്ളത്തിൽ ഫുൾ എന്താണ് വാട്ടർ ബോട്ടിൽസ്, നമ്മൾ വെള്ളം കുടിക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, കവറുകൾ ഇതൊക്കെ കളയും. അതേപോലെ മീനുകൾ ഇത് വിഴുങ്ങും, അവർ മരിക്കും. സ്വാഭാവികമായിട്ട് ഈ മീനിനെ നമുക്ക് കിട്ടും. ആ മീനിനല്ലേ നമ്മൾ കഴിക്കുന്നത്, നമുക്ക് നല്ലതാണോ? ഈ മീനുകളുടെ വയറിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കുറേ രീതിയിലുള്ള വേസ്റ്റുകളും ഇതൊക്കെ കിട്ടും. പിന്നെ ഈ മീനുകളുടെ തലേൻ്റെ ഉള്ളിലൊക്കെ എന്ത് ചെയ്യും, ഈ പ്ലാസ്റ്റിക്കിൻ്റെ കുറേ ഈ പ്ലാസ്റ്റിക് റിങ്ങുകൾ ഒക്കെ കുടുങ്ങിയിട്ട് അവർ മരിക്കുന്നതും ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പുഴകളിലും ഒക്കെ സംഭവിക്കുന്നുണ്ട്. പല പല മീനുകൾ വംശനാശം വരെ എന്ത് ചെയ്യുന്നുണ്ട്, സംഭവിക്കുന്നുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാണ്, ഈ വാട്ടർ പൊല്യൂഷൻ കൊണ്ടാണ്. അതേപോലെ ഈ വെള്ളത്തിൽ നമ്മൾ വിചാരിക്കും വേസ്റ്റ് ഒഴിക്കിയാൽ അത് വെള്ളത്തിൽ പോയി അത് വേറെ സ്ഥലത്ത് പോകുന്നു, അല്ല. ഈ നമ്മൾ വാട്ടറിലേക്ക് നമ്മൾ ഈ പൊല്യൂഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ പൊല്യൂട്ടഡ് ആയിട്ടുള്ള വെള്ളം നമ്മൾ ഒഴുക്കി വിടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അടുത്ത് താമസിക്കുന്ന കിണറുകളിലൊക്കെ എന്ത് ചെയ്യും, ഈ വെള്ളത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവും. അല്ലെങ്കിൽ ഈ കെമിക്കൽസ് ഒക്കെ എന്ത് ചെയ്യും, ഉറവകളായിട്ട് കിണറുകളിലും അവിടെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ വെള്ളങ്ങളിലും ഒക്കെ എന്ത് ചെയ്യും, ഇത് കരളുന്നുണ്ട്. അതായത് ഇതെന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ
അതിൽ അലിയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളത് കുടിക്കുകയും നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരുന്നുണ്ട്. ഇതൊക്കെ എന്തിൻ്റെ ഭാഗമാണ്? ഈ വെള്ളത്തിലുണ്ടാവുന്ന പൊല്യൂഷൻസ് കാരണമാണ്. അതായത് വാട്ടർ പൊല്യൂഷൻ കൊണ്ടാണ്. അതായത് വെള്ളത്തിലുണ്ടാവുന്ന പൊല്യൂഷൻസ് നമ്മൾ കെമിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഡംപ് ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാകുന്ന പൊല്യൂഷൻസാണ് എന്ത്? വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ടൈപ്പ് ഓഫ് പൊല്യൂഷൻ നോക്കാം. എന്താണ്? ലാൻഡ് പൊല്യൂഷൻ. ഇറ്റ് ഈസ് കോസ്ഡ് ഡ്യൂ ടു ഡംപിങ് ഓഫ് ടോക്സിക് വേസ്റ്റ് ഓൺ ലാൻഡ്. ദിസ് ഡാമേജസ് ദ ക്വാളിറ്റീസ് ഓഫ് സോയിൽ മേക്കിംഗ് ഇറ്റ് അൺഫിറ്റ് ഫോർ കൾട്ടിവേഷൻ. എന്താണ് ഈ ലാൻഡ് പൊല്യൂഷൻ? നമ്മൾ നേരത്തെ പറഞ്ഞു, നേരത്തെ വെള്ളത്തിൽ നമ്മൾ പൊല്യൂട്ടഡ് ആയിട്ടുള്ള വേസ്റ്റ് ഡംപ് ചെയ്യുമ്പം അത് വാട്ടർ പൊല്യൂഷൻ ആണെങ്കിൽ, അതേപോലെ തന്നെ ലാൻഡിൽ നമ്മൾ ടോക്സിക് ആയിട്ടുള്ള വേസ്റ്റ് ഡംപ് ചെയ്യുമ്പോൾ അതെന്താണ്? ലാൻഡ് പൊല്യൂഷനാണ്. അതായത് നമ്മൾ ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസ് ആയിട്ടുള്ള വേസ്റ്റുകളെല്ലാം നമ്മൾ എവിടെ? ലാൻഡിലേക്ക് ഡംപ് ചെയ്യുമ്പം അത് എന്ത് പൊല്യൂഷനായിട്ട് മാറും? ലാൻഡ് പൊല്യൂഷനായിട്ട് മാറും. ഈ ലാൻഡ് പൊല്യൂഷനിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ വീട്ടിലത്തെ വേസ്റ്റുകളും അല്ലെങ്കിൽ ഈ കെമിക്കൽ ഫാക്ടറികളിലുള്ള വേസ്റ്റുകളും ഒക്കെ എന്ത് ചെയ്യും? എവിടെ കളയുമെന്ന് ചിന്തിക്കുമ്പോൾ അവരെന്ത് ചെയ്യും? ലാൻഡിലേക്ക് കൊണ്ടുപോയിട്ട് ഡംപ് ചെയ്യും. അപ്പോൾ ഈ ലാൻഡിലേക്ക് ഡംപ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എന്ത് ചെയ്യും? വേസ്റ്റുകൾ അടിഞ്ഞു കൂടി അവിടെ ഒക്കെ എന്ത് ചെയ്യും? പൊല്യൂഷൻസ് ആവും. അവിടെ സ്മെല്ലുകൾ വരും. അവിടെ ചുറ്റും ആൾക്കാർക്ക് നിൽക്കാൻ പറ്റാത്ത രീതികളിലാവും. അതേപോലെ ഞാനിപ്പം എൻ്റെ വീട്ടിലത്തെ ഒരു ഉള്ളിയോ വെണ്ടയ്ക്കോ കഷ്ണമോ ഞാനിപ്പം എൻ്റെ ഒരു ലാൻഡിലേക്ക് ഇടുകയാണെങ്കിൽ അതെന്തല്ല? ലാൻഡ് പൊല്യൂഷൻ അല്ല. അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? അത് ബയോഡിഗ്രേഡബിൾ ആണ്. അത് മണ്ണിൽ അലിഞ്ഞു പോകും. പക്ഷേ ഇതേ വേസ്റ്റ് ഞാനൊരു പ്ലാസ്റ്റിക് കവറിലേക്ക് ഇടുകയാണെങ്കിൽ അതെന്താണ്? അത് ലാൻഡ് പൊല്യൂഷന് കാരണമാവും. കാരണം എന്താ? ഈ പ്ലാസ്റ്റിക്കുകൾ നമ്മുടെ മണ്ണിലേക്ക് അലിയാൻ വേണ്ടിയിട്ട് കുറേ ടൈം എടുക്കും. അതായത് കുറേ വർഷങ്ങളെടുക്കും. നമ്മുടെ തക്കാളിയോ ഉള്ളിയോ അതുപോലത്തെ നമുക്ക് മണ്ണിൽ അലിയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യും. പക്ഷേ ഈ പ്ലാസ്റ്റിക് പോലെയുള്ള കാര്യങ്ങൾ, ഈ കെമിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ നമ്മൾ ലാൻഡിലേക്ക് ഇടുമ്പം അതെന്ത് ചെയ്യില്ല? അത് മണ്ണിലേക്ക് അലിയില്ല. അത് അലിയാൻ വേണ്ടിയിട്ട് അത് കുറേ വർഷങ്ങളെടുക്കും. അപ്പോൾ ഇതെന്ത് ചെയ്യും? നമ്മളെ ലാൻഡിൽ തന്നെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ അവിടെ എന്ത് ചെയ്യും? പൊല്യൂഷൻ വരും. വെള്ളം ഇറങ്ങാൻ പറ്റാത്ത രീതിയിലാവും. അതേപോലെ കെമിക്കൽസൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മളെ മണ്ണിരകളും അതേപോലെ ചെറിയ ചെറിയ മൈക്രോ ഓർഗാനിസംസും ഒക്കെ എന്ത് ചെയ്യും? മരിച്ചു പോകും. അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രകൃതിയിൽ ഉണ്ടാവണം. അതായത് ഇതൊക്കെ നമ്മളെ ലാൻഡിൽ ഉണ്ടായാൽ മാത്രമേ നമുക്ക് പുതിയ പുതിയ പ്ലാന്റുകൾ ജനറേറ്റ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ പുതിയ പ്ലാന്റുകൾ ഉണ്ടാവുള്ളൂ. അതേപോലെ നമ്മളൊരു സാധനം പ്രകൃതിയിലേക്ക് കളഞ്ഞ് നമുക്കറിയാം നമ്മൾ മരിച്ച നമ്മൾ അവസാനം എന്താ? മണ്ണിലേക്ക് ഇടും. അപ്പോൾ ഇത് നമ്മളൊക്കെ അലിഞ്ഞ് തീരണമെങ്കിൽ ഈ എർത്ത് വാംസും അതായത് മണ്ണിരകളും അതേപോലെ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ നമ്മളെ എന്ത് ചെയ്യണം? മണ്ണിലുകൾ അല്ലെങ്കിൽ നമ്മളെ ലാൻഡിൽ ഉണ്ടായിരിക്കണം. പക്ഷേ ഇതൊന്നും ഇല്ലെങ്കിൽ ഇതൊക്കെ പോവും. എങ്ങനെ? ഇതൊക്കെ നശിച്ചു പോവാണ്. എന്തുകൊണ്ട്? ഈ ലാൻഡ് പൊല്യൂഷൻ കാരണം നമ്മൾ കെമിക്കലായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പോലുള്ള കാര്യങ്ങൾ ലാൻഡിലേക്ക് ഇടുമ്പം സ്വാഭാവികമായിട്ട് ഇവരൊക്കെ എന്ത് ചെയ്യാണ്? നശിച്ചു പോവാണ്. അപ്പോൾ ഇതും എന്താണ്? ഒരു ലാൻഡ് പൊല്യൂഷനാണ്. അതേപോലെ നമ്മൾ കാണാം ലാൻഡിൽ നമ്മൾ ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? പ്ലാസ്റ്റിക് കവറുകളിലൊക്കെ ഇട്ട് കളയാണ്. ഇതൊക്കെ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? മൃഗങ്ങൾ കഴിക്കും. അവർ പാവങ്ങൾ, അവർക്കറിയും ഇത് പ്ലാസ്റ്റിക്കാണ്, ഇത് കഴിക്കരുതെന്നൊന്നും അവർക്കറിയില്ല. അവർക്ക് സ്മെല്ല് ചെയ്യും. അവർ വിശക്കുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ കഴിക്കും. അപ്പോൾ എന്ത് ചെയ്യും? അവർ മരിക്കും. ഇതേപോലെ തന്നെ കുറേ ന്യൂസ് ഉണ്ട്. ഈ ആനകൾ ഈ വേസ്റ്റുകൾ ഒരു ആന മരിക്കുകയാണ്. മരിച്ചിട്ട് അതെന്തുകൊണ്ട് മരിച്ചു എന്ന് അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ അതിൻ്റെ വയറിൽ കുറേ പ്ലാസ്റ്റിക് കവറുകളാണ് കിട്ടുന്നത്. ഇതെന്തുകൊണ്ടാണ്? നമ്മൾ ഈ വേസ്റ്റ് ഇങ്ങനെ പുറത്ത് ലാൻഡിലേക്ക് ഓപ്പണായിട്ട് എറിയുമ്പം അല്ലെങ്കിൽ കളയുമ്പം അവിടെ എന്ത് സംഭവിക്കും? അവരെടുക്കും, അവർ കഴിക്കും. സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യും? മരിക്കും. ഇത് ഡൈജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണോ? അല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അത്രയും വലിയ ആന പോലും മരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പല എനിമൽസും, അതുപോലെ തന്നെ പട്ടികളാണെങ്കിലും ആനകളാണെങ്കിലും നമ്മൾ കാണുന്ന പുറത്തുള്ള ഓരോ ജീവികളും ഈ ലാൻഡിൽ കിട്ടുന്ന സാധനങ്ങൾ കഴിച്ചാണ് അവർ ജീവിക്കുന്നത്. അവരെന്ത് ചെയ്യുന്നുണ്ട്? ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പുറത്തിങ്ങനെ ലാൻഡിലേക്ക് നമ്മൾ ഈ കുറേ വേസ്റ്റുകൾ ഡംപ് ചെയ്യുമ്പം അവിടെ സ്മെല്ലുകൾ വരികയാണ്, കൊതുകുകൾ വരികയാണ്, നമുക്ക് ശരീരത്തിന് വേണ്ടാത്ത കുറേ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഓരോ മനുഷ്യന്മാരെയും ഓരോ ഹ്യൂമൻ ബീങ്സിനെയും ഓരോ എനിമൽസിനെയും അതായത് മൃഗങ്ങളെയും ഇതെന്ത് ചെയ്യുന്നുണ്ട്? വളരെ വലിയ രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതാണ് ലാൻഡ് പൊല്യൂഷൻ. ലാൻഡിൽ നമ്മൾ ടോക്സിക് ആയിട്ടുള്ള വേസ്റ്റുകൾ ഡംപ് ചെയ്യുകയാണെങ്കിൽ ഇതെന്താണ്? ലാൻഡ് പൊല്യൂഷനാണ്. ഇനി നമുക്ക് അടുത്ത പൊല്യൂഷൻ നോക്കാം. അടുത്ത പൊല്യൂഷൻ എന്താണ്? നോയ്സ് പൊല്യൂഷൻ. ഈ നോയ്സ് പൊല്യൂഷൻ എന്താ? നോയ്സ് നമ്മളെ എൻവയോൺമെൻറ്റിൽ വരുമ്പോൾ ഉണ്ടാകുന്ന പൊല്യൂഷൻ. Noise due to running of factories and vehicles etc. leads to noise pollution, which is a serious health hazard. It can also be a reason for many diseases like loss of hearing, malfunctioning of heart and mental. അപ്പോൾ എന്താ ഈ നോയ്സ് പൊല്യൂഷൻ? നമുക്കറിയാം ഈ ഫാക്ടറികൾ പ്രവർത്തിക്കുന്നത് ഒന്നോ രണ്ടോ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ?
അല്ല. ഫാക്ടറികളിൽ എന്ത് ചെയ്യുന്നുണ്ട്? കുറേ ടൺ കണക്കിന് സാധനങ്ങളാണ് ഓരോ ദിവസം മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ ഒരു മെഷീൻ മതിയോ അതൊക്കെ പ്രവർത്തിക്കാൻ? അല്ല, വലിയ വലിയ മെഷീനറീസ് വേണം. അപ്പോൾ ഈ വലിയ വലിയ മെഷീനറീസിന് എന്തുണ്ടാവും? വലിയ വലിയ സൗണ്ടുകളുണ്ടാവും. അതായത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതികളിലുള്ള വലിയ വലിയ സൗണ്ടുകളാണ് ഒരു മെഷീനറീസ് ഉണ്ടാക്കുക. അതേപോലെ ഒരു മെഷീൻ ഒന്നും മതിയാവില്ല ഒരു ഫാക്ടറിയിൽ പ്രവർത്തിക്കാൻ. കുറേ മെഷീനറീസ് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒക്കെ സൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? നോയ്സ് പൊല്യൂഷനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ വെഹിക്കിൾസൊന്നും എന്ത് ചെയ്യുന്നുണ്ട്? വലിയ വലിയ സൗണ്ടുകൾ വരുന്നുണ്ട് അല്ലേ? ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു തിരക്കുള്ള സമയത്ത് നമ്മൾ ടൗണിൽ പോവുക, അല്ലെങ്കിൽ അവിടെ ഒരു സിഗ്നലിൻ്റെ അടുത്ത് പോയിട്ട് നമുക്കറിയാം എന്താണ് ഓട്ടോമാറ്റിക്, പ്രത്യേകിച്ച് ഒരു ഫെസ്റ്റിവൽ സീസൺ, ഓണം, ക്രിസ്മസ് അല്ലെങ്കിൽ പെരുന്നാൾ, അങ്ങനത്തെ ബക്രീദിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? പുറത്ത് ടൗണിൽ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ സാധനം വാങ്ങാൻ വേണ്ടി നമ്മൾ പോവുകയാണെങ്കിൽ നല്ല ബ്ലോക്കായിരിക്കും, വണ്ടികൾ ഫുൾ ബ്ലോക്കായിരിക്കും. അവരെന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് ഹോൺ അടിക്കും. ഒരു വണ്ടിയാണോ അപ്പോൾ ഹോൺ അടിക്കുക? അല്ല, കുറേ വണ്ടികൾ ഒരുമിച്ച് ഹോൺ അടിക്കുമ്പോൾ നമുക്കത് സഹിക്കാൻ പറ്റുമോ? നമ്മൾ സ്വാഭാവികമായിട്ട് കാറിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, ഒരു പാട്ട് വെച്ച് നമ്മൾ എന്ത് ചെയ്യുക? വിൻഡോ പൊക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ എഫക്റ്റ് കുറച്ച് കുറയ്ക്കാൻ വേണ്ടി പറ്റും. പക്ഷെ നമ്മൾ നടന്നു പോവുകയാണെങ്കിൽ, നമ്മൾ നടക്കാൻ പറ്റാത്ത രീതിയിൽ അവിടെ ബ്ലോക്ക് ആവുകയാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് ഈ സൗണ്ടൊക്കെ നമ്മൾ കേൾക്കണം. അതേപോലെ ഇതുപോലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വാഹനങ്ങളാണ് ഇന്ന് നമ്മുടെ നാടുകളിൽ എന്ത് ചെയ്യുന്നത്? ഡെയിലി ഹോൺ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഹോണാണ് അടിക്കുക? അല്ല. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നോയ്സ് പൊല്യൂഷനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് നോയ്സ് നമ്മുടെ പൊല്യൂഷനായിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? കണക്കാക്കപ്പെടുന്നത്. കാരണം നമ്മുടെ പ്രകൃതിക്ക് ഇത് ഭയങ്കര പ്രശ്നമാണ്. കാരണം ഈ നോയ്സ് നമ്മൾ അധികം കേൾക്കുമ്പോൾ നമ്മൾ ഹ്യൂമൻ ബീങ്സിനെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഈ വലിയ വലിയ ഫാക്ടറികൾ, അതേപോലെ ഈ പാറകൾ പൊട്ടിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പല പല കംപ്ലയിൻറ്റ്സ് വരുന്നുണ്ട്. എന്തുകൊണ്ട്? അതിൻ്റെ സൗണ്ട് കാരണം. കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഉറങ്ങാൻ പറ്റില്ല, ഗർഭിണികളുണ്ടെങ്കിൽ അവർക്ക് ഉറങ്ങാൻ വേണ്ടി പറ്റില്ല. ഇവരൊക്കെ നമ്മൾ കുട്ടികളാണെങ്കിൽ ഗർഭിണികളും വയസ്സായ ആൾക്കാർക്കൊക്കെ ഉറക്കം നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് അവരെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല സൗണ്ടുകളും നമ്മൾ ഓരോ ആൾക്കാരെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം അല്ലേ, കുറേ സൗണ്ട് ഒന്നിച്ച് വന്നാൽ നമുക്ക് എഫക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന ഹെഡ്സെറ്റിന് പോലും ഒരു മിനിമം ഒരു സൗണ്ടിൻ്റെ ഒരു ലെവലുണ്ട്. അതിൽ കൂടുതലായാലും എന്താണ്? അത് നമ്മൾ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള സൗണ്ടുകൾ നമ്മൾ എൻവയോൺമെൻറ്റിൽ വരുമ്പം അതെന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ആൾക്കാരും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ മനുഷ്യന്മാരെ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? കുറേ ഡിസീസസിനും കാരണമാണ്. നമ്മൾ കേൾവി ശക്തി പോകാനുള്ള കാരണമാകുന്നുണ്ട്. അതേപോലെ ഹാർട്ട് അറ്റാക്കിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സാധ്യത വരുന്നുണ്ട്. നമ്മളെ മെൻ്റൽ ഇഷ്യൂസിന് ഇത് എഫക്റ്റ് ചെയ്യും. കാരണം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ ഹാർട്ടിന് പ്രോബ്ലമുള്ള ആൾക്കാർക്ക് ഒരു പരിധിക്കപ്പുറം സൗണ്ടൊന്നും കേൾക്കാൻ പാടില്ല അല്ലേ? നമ്മൾ വലിയ വലിയ ബാസുള്ള സൗണ്ട് കേൾക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഈ നോയ്സ് പൊല്യൂഷൻ കാരണമാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്താ നോയ്സ് പൊല്യൂഷൻ എന്ന്? അപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് പൊല്യൂഷൻസ് നോക്കി. എന്തൊക്കെ ഇന്ന് നോക്കിയത്? പൊല്യൂഷൻസ് എന്താണെന്ന് നോക്കി. അപ്പോൾ പൊല്യൂഷൻ എന്താണ്? ഹാർംഫുൾ സബ്സ്റ്റൻസസ് നമ്മളെ ഹ്യൂമൻ ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അതെന്താണ്? പൊല്യൂഷനാണ്. പിന്നെ നമ്മൾ നോക്കിയത് ടൈപ്സ് ഓഫ് പൊല്യൂഷനാണ്. ഏതൊക്കെ ടൈപ്പാണുള്ളത്? എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, ലാൻഡ് പൊല്യൂഷൻ, അതേപോലെ നോയ്സ് പൊല്യൂഷൻ. അപ്പോൾ ഇന്ന് എടുത്തതൊക്കെ ഒരു ക്ലിയർ ആയിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു.